നമസ്കാരം. വയനാട് പുനരധിവാസത്തിൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കുകയാണ് എന്ന് വാദിക്കുന്ന പിണറായി സർക്കാരിന്റെ കള്ളങ്ങളെല്ലാം പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. പുനരധിവാസത്തിനായി കേന്ദ്രം ₹1 പോലും തന്നില്ല എന്നും അതിനാൽ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയില്ല എന്നുമായിരുന്നു കേരളം പറഞ്ഞിരുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് കേരള ഹൈക്കോടതി കേന്ദ്രം തന്ന വരവ് ചിലവ് കണക്കടക്കമുള്ള വിവരങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചത്. ഇതോടെ കേന്ദ്രം കാശ് തരുന്നില്ല എന്ന വാദം വിഴുങ്ങി എന്ന് മാത്രമല്ല, കടലാസിലെങ്കിലും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങി വെക്കുക കൂടി ചെയ്തിരിക്കുകയാണ് കേരള സർക്കാർ. ഹൈക്കോടതി വരവ് ചിലവ് കണക്ക് ചോദിക്കുന്നത് വരേക്കും കേന്ദ്രം നയാ പൈസ പോലും തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കേരള സർക്കാരിന് ഹൈക്കോടതിയുടെ ഒരൊറ്റ ചോദ്യത്തിൽ എവിടെ നിന്നാണ് പണം വന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി ചോദിച്ചിട്ടോ വയനാടിന്റെ MP ചോദിച്ചിട്ടോ കേന്ദ്രം അധികമായും ₹1 പോലും അനുവദിച്ചിട്ടില്ല. അല്ലാതെ പണം തന്നിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഹൈക്കോടതിയുടെ ചോദ്യത്തിന് പിന്നാലെ കേരളത്തിന് ഈ പണം ലഭിച്ചത്? അതായത് ഈ പണം നേരത്തെ തന്നെ നൽകിയതാണ് എങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് വയനാടിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നാണം കെട്ട കളി? എന്തായാലും ഇതിന്റെ പേരിൽ കേന്ദ്രത്തിന്റെ നെഞ്ചത്ത് കയറാനുള്ള പിണറായി വിജയന്റെ വ്യാമോഹം ഹൈക്കോടതിയുടെ ഈ ഒരൊറ്റ ചോദ്യത്തോടു കൂടി പൊളിഞ്ഞു വീണിരിക്കുകയാണ്. വയനാട് ദുരന്തം കൊണ്ട് കുംഭവീർപ്പിക്കാമെന്ന് കരുതിയിരുന്ന പിണറായി സർക്കാരിനെ തിരിച്ചടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഇതിലൂടെ. വയനാട്ടിലെ ദുരന്തബാധിതരായ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനായി സർക്കാരിന് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ മാസം പറയുകയുണ്ടായി. ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. എന്നാൽ ഉടമകൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഭൂമി അളക്കൽ നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. അതേസമയം നഷ്ടപരിഹാരത്തിൽ തർക്കമുണ്ട് എങ്കിൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് നിയമ നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി അറിയിച്ചു. ഹാരിസൺസ്, എൽസ്റ്റൺ എസ്റ്റേറ്റുകളിലാണ് വയനാട് ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനായി സർക്കാർ ഭൂമി ഏറ്റെടുക്കാനായി നടപടി ആരംഭിച്ചത്. എന്നാൽ ഈ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചത്. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ നെടുമ്പാല എസ്റ്റേറ്റിലെ 65.41 ഏക്കർ ഭൂമി, കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന പുൽപ്പാറ ഡിവിഷനിലെ 78.73 ഏക്കർ ഭൂമി എന്നിവയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതർക്ക് ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നത്. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവും പുറത്തിറങ്ങിയതാണ്. ഇതിനിടെയാണ് ഭൂമി ഏറ്റെടുക്കലിനെതിരെ ഇരു മാനേജ്മെന്റുകളും ഹൈക്കോടതിയെ സമീപിച്ചത്. ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹാരിസൺസിന്റെയും എൽസ്റ്റണിന്റെയും വാദം. എന്നാൽ എസ്റ്റേറ്റുകളിൽ സർക്കാരിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ സുൽത്താൻ ബത്തേരി കോടതിയിൽ സിവിൽ കേസും ഫയൽ ചെയ്തിരുന്നു. ഭൂമി സംബന്ധിച്ച നിയമ പോരാട്ടം ടൗൺഷിപ്പ് നിർമ്മാണം അനിശ്ചിതത്വത്തിലാക്കുമോ എന്ന ആശങ്ക പോലും ഉയർത്തിയിരുന്നു. ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ പറഞ്ഞു. വയനാട് പുനരധിവാസത്തിന് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്ന ഹൈക്കോടതിയുടെ വിധി മനുഷ്യരുടെ ഹൃദയമറിയുന്നതും ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിന്റെ വികാരം കോടതി പൂർണ്ണമായും തിരിച്ചറിഞ്ഞതിന്റെയും തെളിവാണ് എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ദുരന്തമുണ്ടായി 2 മാസത്തിനുള്ളിൽ ദുരന്ത നിവാരണത്തിനൊപ്പം ഭൂമി കണ്ടെത്തുന്നതിനുള്ള നടപടികളും സർക്കാർ ആരംഭിച്ചിരുന്നു. ദുരന്തമുണ്ടായി 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ദുരന്തബാധിതർക്കായി മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയ ടൗൺഷിപ്പ് എവിടെ ഒരുക്കുമെന്ന ആലോചനയും തുടങ്ങി. ദുരന്തബാധിതരായ ആളുകളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഒരുമിച്ച് താമസിക്കുന്നതിനുള്ള ടൗൺഷിപ്പ് തന്നെ ഒരുക്കണമെന്ന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്.